അനാമികയ്ക്കാണെങ്കിൽ നവ്യയോടുള്ള ദേഷ്യം ഓരോ ദിവസം കൂടുന്തോറും കൂടുകയാണ്. അങ്ങനെ രേവതി പറഞ്ഞു കൊടുത്ത വിധിയൊന്നും ഏൽക്കുന്നില്ല. എണ്ണ ഒഴിച്ചേല് വന്ന് വീഴുന്നത് അഭിയും ജലജയും ആയിരിക്കും. ഷോ, ഇവൾ എന്ത് ചെയ്താലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക നിൽക്കുമായിരിക്കും. ഇക്കാര്യം പറയാനായിട്ട് രേവതിയെ വിളിക്കുന്നുണ്ട്. അമ്മേ, അമ്മയുടെ പ്ലാൻ ഒന്നും നടന്നില്ല. എന്താ മോളെ, അവള് വീണില്ലേ? നല്ല പോലെ എണ്ണ ഒഴിക്കണായിരുന്നു. അവളൊന്ന് വീണ് കാണാനായിട്ട് ഒരു കുപ്പി എണ്ണയാ ഞാൻ അവളെ റൂമിന്റെ ഫ്രണ്ടിൽ ഒഴിച്ചത്. എന്നിട്ട് അതിൽ വീണതേ ആ അഭിയും അവളുടെ അമ്മായിമ്മയാ. അവള് വീണില്ല. എന്തായാലും അവൾക്ക് നല്ല ഭാഗ്യ. അന്ന് പായസത്തിൽ വിഷം കലർത്തിയത് വല്യമ്മക്കേറ്റു. അമ്മേ, അവളുടെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഓരോ സമയത്തും അവളെ സംസാരം കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. അമ്മയും അച്ഛനും കൂടെ ഒന്ന് ഇങ്ങോട്ട് വാ. കുറച്ചു നാള് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്ക്. അതൊന്നും ഇപ്പൊ വേണ്ട മോളെ. എന്തായാലും അവളുടെ പത്തിയൊക്കെ നമുക്ക് താഴ്ത്താം. മോളെ സ്നേഹിക്കുന്ന മോളുടെ വല്യമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ആനന്ദപുരിയിലോട്ട് എത്തണം. അപ്പോഴാ മോൾക്ക് അവിടെ കൂടുതലും ബലം ഉണ്ടാവൂ. മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വല്യമ്മയും മോളുടെ അമ്മായിമ്മയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സുഖ. അത് ശരിയാമ്മേ, വല്യമ്മ ഒന്നിങ്ങ് വന്ന് കിട്ടിയാ മതി. ആ നയനയെ കൊണ്ടുവരാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും വലിയ താല്പര്യ. എന്നാ ആദർശേട്ടും പറയുന്നുണ്ട് അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത കാരണ ഇങ്ങോട്ട് കൊണ്ടുവരാത്തേന്ന്. മലയ്ക്ക് പോയി വന്നതിന് ശേഷം കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇനി ഒരിക്കലും അനന്തപുരിയിലോട്ട് വരരുത്. ആ രീതിക്ക് മോള് ചെയ്യണം. ഇപ്പൊ മോളുടെ പ്രശ്നം ആ നവ്യയെ ഒതുക്കാനുള്ള വഴിയൊക്കെ അമ്മ മോൾക്ക് പറഞ്ഞു തരാം. പിന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ. മോളൊരു തഞ്ചത്തിൽ നിൽക്കുന്നതാ നല്ലതെന്നാ അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെയൊക്കെ പറയാ. ഞാനല്ലേ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നേ. ആ നവ്യയുടെ വാലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് എനിക്കെങ്ങനെ സഹിച്ചു നിൽക്കാനൊന്നും പറ്റില്ല അമ്മേ. എന്തായാലും മോളെ കുറച്ചു നാളത്തേക്ക് ക്ഷമിക്ക്. വല്യമ്മയൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരട്ടെ. അതിനുശേഷം നമുക്ക് വേണ്ട പ്ലാനിങ് ഒക്കെ ചെയ്യാം. ഇപ്പൊ മോള് വേണ്ടത് അനിയെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കുക. അനിയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതാണ് മോളുടെ ഇപ്പത്തെ ഡ്യൂട്ടി. അത് മോള് കറക്റ്റായിട്ട് ചെയ്താൽ മതി. എനിക്ക് അനിയോടും താല്പര്യമില്ല, അനിക്ക് എന്നോടും താല്പര്യമില്ല. പിന്നെ എന്താ അമ്മയും അച്ഛനീ പറയുന്നേ? അതൊന്നും പറ്റില്ല മോളെ. മോൾക്ക് അവിടെ ഒരു പ്രശ്നം വരുമ്പോ അനി കൂടെ നിൽക്കണം. മോള് കണ്ടിട്ടില്ലേ ആദർശും നയനയും നിൽക്കുന്നത്? നയനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദർശ് കൂടെ തന്നെ നിൽക്കും. അതുപോലെ ആക്കണം. മോളുടെ സ്നേഹത്തിന് മുൻപില് അവൻ തോറ്റുപോകണം. അതിന് മോള് വേണ്ടത് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ അവന് കൂടെ എന്നോടൊരു സ്നേഹം തോന്നണ്ടേ? അതില്ലാതെ ഞാൻ എന്ത് ചെയ്യാനമ്മേ? അതൊന്നും മോള് നോക്കണ്ട. മോൾ അവനെ സ്നേഹിക്ക്. അമ്മ മോളോട് അവനോട് ദിവ്യ സ്നേഹം കാണിക്കണമെന്നൊന്നും പറയുന്നില്ല. എന്നാലും മോൾക്ക് അഭിനയിക്കാൻ അറിയാലോ. ചെറുതായി ഒന്ന് അഭിനയിച്ചു നോക്ക്. അവന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ. അങ്ങനെ പതിയെ പതിയെ അവന്റെ മനസ്സിലോട്ട് മോള് കയറി ചെല്ലണം. അതാ മോളുടെ മിടുക്ക്. ഇനി അമ്മ കൂടുതലൊന്നും പറഞ്ഞു തരണ്ടല്ലോ. മോൾ അമ്മ പറയുന്ന രീതിക്ക് മുന്നോട്ട് പോ. ഇപ്പൊ നവ്യ പറയുന്നൊന്നും മോൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ ഇതും പറഞ്ഞു കൊടുത്ത് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വേണു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വേണം മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ മോളോട് അത് ചെയ്യ് ഇത് ചെയ്യ് അവളെ ഉന്തിയിട് തള്ളിയിട് എന്നൊന്നുമല്ല. ഇതുപോലെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ മൂക്കുമുട്ടെ കടങ്ങളാ. ഓരോരുത്തര് ചോദിച്ചു വരാൻ തുടങ്ങി. ഇനിയും കടവൊന്നും വീട്ടിയിട്ടില്ലെങ്കിൽ അനന്തപുരിലോട്ട് കയറി ചെല്ലുമെന്നൊക്കെയാ പറയുന്നത്. വെറുതെ മോൾക്കൊരു അപമാനാവരുതെന്ന് കരുതിയിട്ടാ ഞാൻ പിടിച്ചു നിൽക്കുന്നേ. അവളുടെ അടുത്ത് കാര്യമായിട്ട് പറയണം എന്തെങ്കിലൊക്കെ അച്ഛന് കൊണ്ടുതരാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. നീ മയത്തിലങ്ങ് പറഞ്ഞാൽ മതി എന്തെങ്കിലൊക്കെ എടുത്ത് അച്ഛന് കൊണ്ടുതരാൻ. ഇതും പറഞ്ഞ് വേണു അങ്ങ് പുറത്തോട്ട് പോവാണ്. അങ്ങനെ നയനയുടെ കുറവ് ഇവര് നല്ല പോലെ അറിയണമെന്ന് കരുതിയിട്ട് നവ്യ അവരെ കൊണ്ട് നല്ല രീതിക്ക് ജോലി ചെയ്യിക്കുന്നുണ്ട്. അമ്മായിയമ്മയെ കൊണ്ടും അമ്മായിയെ കൊണ്ടും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടയേർഡായിട്ട് ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നവ്യ ചെല്ലുന്നുണ്ട്. എന്താ എൻ്റെ അമ്മായിമ്മ പണിയെടുത്ത് ക്ഷീണിച്ചോ? എന്താടി നീ എന്നെ കളിയാക്കാനായിട്ട് വന്നതാണോ? നീ എൻ്റെ തലയിൽ കയറുന്നുണ്ട്. ചൂടാവാത്ത അമ്മായിയമ്മേ, ഞാൻ സ്നേഹത്തോടെ വന്ന് ചോദിച്ചതല്ലേ. അതിനിപ്പോ ഇങ്ങനെയൊക്കെ പറയണോ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നീ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പോയിട്ടല്ലേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. രാവിലെ തൊട്ട് ഞാൻ അടുക്കളയിലായിരുന്നു. അമ്മേ, എനിക്കൊരാഗ്രഹം. എന്താ നിന്റെ ആഗ്രഹം? ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ഇലയട കഴിക്കാൻ. അമ്മ വൈകിട്ടത്തേക്ക് ഇലയട ഉണ്ടാക്കി തരുമോ? നിനക്കിനി വൈകിട്ട് ഞാൻ അതും ഉണ്ടാക്കി തരണോ? ഉച്ചത്തെ കഴിഞ്ഞ് ഞാനൊന്ന് ഇരിക്കുന്നേ ഉള്ളൂ. ഇനി നാളെ ആവട്ടെ, നാളെ രാവിലെ ഉണ്ടാക്കി തരാം. രാവിലെയല്ല, എനിക്ക് ഇപ്പോഴാണ് കഴിക്കാൻ തോന്നുന്നേ. അമ്മയുടെ മോൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. അത് അമ്മ മറക്കണ്ട.
എനിക്കിപ്പോഴാ തോന്നുന്നേ എനിക്കിപ്പോൾ തന്നെ ഇലയുടെ വേണം. എടി നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞത് നാളെ ഉണ്ടാക്കി തരാന്ന്. ഇന്ന് എനിക്ക് വയ്യ. എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയാ. ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ തനിയെ പോയി അങ്ങ് ഉണ്ടാക്ക്. മുത്തശ്ശൻ പറഞ്ഞത് അമ്മ മറന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി തരേണ്ടതേ അമ്മയുടെ ഡ്യൂട്ടിയാ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇലയുടെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ഇലയുടെ ഉണ്ടാക്കി തരണം. നല്ല തേങ്ങയും ശർക്കരയും ഏലക്കയും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ഇലയട. വേഗം പോയി ഉണ്ടാക്ക്. നിനക്കിപ്പോൾ ഇലയുടെ ഉണ്ടാക്കാനേ എനിക്ക് സൗകര്യമില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്യ. എൻ്റെ ഫോണിൽ ഒരു കാര്യമുണ്ട്, ഞാനത് എല്ലാവരോടത്തും പറയും. എടി നീ എന്തിനാ ഇന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? നിന്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു തിരിച്ചടി ഞാൻ തരും, അത് നീ നോക്കിക്കോ. അത് അപ്പോഴല്ലേ ഇപ്പം എൻ്റെ അമ്മായിമ്മ പോയിട്ട് എനിക്ക് ഇലയുടെ ഉണ്ടാക്കിത്താ. വേഗം പോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ആ നായന ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അടുക്കള ഭരണം മൊത്തം അവളെ ഏറ്റെടുത്തേനെ. ഇവളുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ അവളെ സാധിച്ചു തന്നേനെ. ഇതിപ്പോൾ അടുക്കളയിൽ കിടന്ന് തീരാനാ എൻ്റെ യോഗം. അയ്യോ എൻ്റെ മേക്കപ്പ്! ഈ ചൂട് തട്ടി എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥയൊക്കെ ഇനി എന്താവോ ആവോ എന്നൊക്കെ പറഞ്ഞാണ് ജാനകി അടുക്കളയിലോട്ട് പോകുന്നത്. നവ്യയോടുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പിറുപിറുത്താണ് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇലയുടെയൊക്കെ ആയിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതാ നീ പറഞ്ഞ ഇലയട, വന്ന് കഴിക്ക് എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഓ എനിക്ക് ആ മൂടങ്ങ് പോയി. ഇപ്പം എനിക്ക് കഴിക്കാനൊരേ മൂഡ് വരുന്നില്ല, ആഗ്രഹം പോയി. അതുകൊണ്ടേ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എടി നിന്നെ ഞാനുണ്ടല്ലോ, ഇവള് വേണമെന്ന് കരുതിയിട്ട് എനിക്ക് പണി തരുന്നതാ. ഇവിടെ പണിയെടുത്ത് എൻ്റെ നാട്ടുഓടിയും എന്നും പറഞ്ഞ് ജാനകി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അനാമിക അങ്ങനെ അമ്മ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അനി വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. അനി ഇതാ ചായ കുടിക്ക്. ഇത് കണ്ട് അനി ഒന്ന് ഞെട്ടുന്നുണ്ട്. അല്ല നീ എനിക്ക് ഇന്നേ വരെ നിന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഒന്നും ഇട്ട് തന്നിട്ടില്ല. ഇതിപ്പോൾ എന്താ പുതിയ കാര്യങ്ങളൊക്കെ? നീ എന്താ ഞാൻ തന്ന ചായ കുടിക്കില്ലേ? ഞാൻ നിന്റെ ഭാര്യയാ, നീ ഈ ചായ കുടിക്ക്. അങ്ങനെ എനിക്ക് ചായ കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ച് അനി പറയുന്നുണ്ട്, ഇത് നീ ഉണ്ടാക്കിയ ചായയാണോ? ആ അതെ, ഞാൻ നിനക്കായിട്ട് ഉണ്ടാക്കിയതാ. എൻ്റെ ഏട്ടത്തി ഉണ്ടാക്കുന്ന ചായ എത്ര നല്ലതാണെന്നറിയോ? അതിൻ്റെ 7 അയലത്ത് പോലും നിന്റെ ഈ ചായ വരില്ല. ഹോ, അപ്പോഴും നീ ഏട്ടത്തിയെ എടുത്തിട്ടല്ലോ. ഏട്ടത്തി ഉണ്ടാക്കിയ മാത്രമേ നീ കുടിക്കൂ, അല്ലെങ്കിൽ നീ ചായ കുടിക്കില്ല. ഇനിയേ എൻ്റെ ചായ നീ കുടിച്ചാൽ മതി. ഏട്ടത്തി ഇനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അത് നീ അങ്ങ് തീരുമാനിക്കുകയാണോ? ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കുന്ന പോലെയാ കാര്യങ്ങളൊക്കെ നടക്കൂ. ഏട്ടത്തി കുറച്ചു നാളത്തേക്ക് ഏട്ടത്തിയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് പോയതാ. എത്രയും വേഗം ഏട്ടത്തി ഇങ്ങോട്ട് തിരിച്ചു വരും. അവളിവിടെ ഇല്ലെങ്കിലും ഏട്ടത്തി പുരാണം നിർത്താറായില്ല അല്ലേ അനി നിനക്ക്? അവൾമാരൊക്കെ അനന്തപുരിൽ ആണുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ. എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ അവരെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അതാ അവളുമാരുടെ ഒക്കെ ധൈര്യം. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരെൻ്റെ ഏട്ടത്തിമാരാ, ഏട്ടന്മാരുടെ ഭാര്യമാര്. ആ ഒരു സ്ഥാനത്ത് വേണം നീ അവരെ കാണാൻ. അല്ലാതെ എടി പോടി എന്നൊന്നും വിളിക്കരുത്. പലതവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തശ്ശനും ഒക്കെ നിനക്കിതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോ, നിന്നോട് വർത്താനം പറയാനേ ഞാനില്ല. നീ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്ക്, അല്ലെങ്കിൽ കുടിക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാളെയാ സ്നേഹിക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്. ഇവനൊക്കെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും നല്ലതേ വല്ല ആറ്റിലോ പുഴയിലോ ചാടി ആത്മഹത്യ ചെയ്യുന്നതാ എന്നും പറഞ്ഞ് അനാമിക ദേഷ്യത്തോടു കൂടി താഴോട്ട് വരികയാണ്.